ഹായ് ഓൾ, വെൽക്കം ബാക്ക്. നമ്മൾ ബോണ്ട് അല്ലെങ്കിൽ നമ്മുടെ ഡെപ്റ്റ് ഫിനാൻസിൻ്റെ ലാസ്റ്റ് ചാപ്റ്ററിൽ എത്തി നിൽക്കുകയാണ്. ബോണ്ട് എന്താണെന്ന് നമ്മൾ പഠിച്ചു, ആ ബോണ്ടിൻ്റെ വാല്യുവേഷൻ ചെയ്യേണ്ട എങ്ങനെയാണെന്ന് പഠിച്ചു, ഡിസ്കൗണ്ടിൽ ഇഷ്യൂ ചെയ്യുന്നത് എപ്പോഴാണ്, പ്രീമിയത്തിൽ ഇഷ്യൂ ചെയ്യുന്നത് എപ്പോഴാണെന്ന് പഠിച്ചു, അതിൻ്റെ സെയിൽസ് പ്രൈസ് എങ്ങനെയാണ് ഫിക്സ് ചെയ്യുന്നതെന്ന് പഠിച്ചു, സ്പെഷ്യൽ ഫീച്ചേഴ്സ് ഓഫ് ബോണ്ട് പഠിച്ചു, പിന്നെന്താ ടൈപ്സ് ഓഫ് ബോണ്ട്സ് നമ്മൾ പഠിച്ചു. ഇതെല്ലാം മനസ്സിലാക്കി കഴിഞ്ഞ് നമ്മളെന്താ ഈ ഡെപ്റ്റിൻ്റെ ബോണ്ട് പോലത്തെ ഡെപ്റ്റിൻ്റെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളത് നമ്മൾ പഠിച്ചു. ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ എന്താ പഠിച്ചത്, അതിൻ്റെ ടേം സ്ട്രക്ചർ എന്താണ്, ഈൽഡ് കർവ് എങ്ങനെയാണ് പോവുക എന്നുള്ള കാര്യം പഠിച്ചു. സോ ഈ ഒരു വീഡിയോയിൽ ബോണ്ടുമായി അല്ലെങ്കിൽ ഡെപ്റ്റ് ഫിനാൻസിൻ്റെ ലാസ്റ്റ് വീഡിയോ ആയിരിക്കും, ലാസ്റ്റ് ചാപ്റ്ററാണ്. ഇതിൽ നമ്മൾ പഠിക്കുക ബോണ്ട് ഡ്യൂറേഷൻ എന്താണെന്നാണ്. ഓക്കെ, നമുക്ക് നോക്കാം. നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒരു 10 വർഷത്തെ ബോണ്ട് അല്ലെങ്കിൽ 20 വർഷത്തെ ബോണ്ട്, ആ 20 ഇയേഴ്സ് അതല്ല ഡ്യൂറേഷൻ. അതിന് നമ്മൾ പറയുക മെച്യൂരിറ്റി പീരീഡ് അല്ലെങ്കിൽ ടേം എന്നാണ്. മെച്യൂരിറ്റി ഡേറ്റ് മുതൽ ആദ്യം വരെ എത്ര ടൈം ഉണ്ട് എന്ന് നോക്കുന്നത്. ബോണ്ട് ഡ്യൂറേഷൻ എന്ന് പറഞ്ഞാൽ ഇൻട്രസ്റ്റ് റേറ്റ് റിസ്കിനെയാണ് പറയുന്നത്. ഡ്യൂറേഷൻ എന്ന് പറഞ്ഞാൽ ഇൻട്രസ്റ്റ് റേറ്റ് റിസ്ക് ഇൻ ഫിക്സ്ഡ് ഇൻകം സെക്യൂരിറ്റീസ്. പറഞ്ഞുതരാം. അതായത് നിങ്ങളിപ്പോൾ ഒരു 8% എന്നുള്ള കൂപ്പൺ റേറ്റിൽ ഫിക്സ്ഡ് ആയിട്ട് ഇൻട്രസ്റ്റ് മേടിച്ചുകൊണ്ടിരിക്കുക. 8% എന്നുള്ള ഒരു ഫിക്സ്ഡ് റേറ്റിൽ നിങ്ങൾ ഇൻട്രസ്റ്റ് മേടിച്ചുകൊണ്ടിരിക്കുക. ഭാവിയിൽ ചിലപ്പോൾ മാർക്കറ്റിലെ റേറ്റ് 10, 12, 15 ഒക്കെ ആയിട്ട് കൂടാനുള്ളൊരു സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് തോന്നും, അയ്യോ ഇപ്പം ഈ ബോണ്ട് മേടിക്കണ്ടായിരുന്നു, ഒരു 2 വർഷം കഴിഞ്ഞ് 10% അല്ലെ 12% അല്ലെ 15% റിട്ടേൺ കിട്ടുന്ന ബോണ്ട് മേടിക്കാമായിരുന്നു എന്ന് തോന്നും. ചിലപ്പോൾ സംഭവിക്കുക 6 5 4 ഒക്കെ എന്താവാം, കുറയാം. അപ്പം നിങ്ങൾ ചിന്തിക്കും, ഇപ്പോഴേ മേടിച്ചാൽ നന്നായി, എനിക്ക് 8% ഇൻട്രസ്റ്റ് കിട്ടുന്നുണ്ട്, കുറച്ച് കഴിഞ്ഞാൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ 6, 5, 4% കിട്ടുമായിരുന്നുള്ളൂ എന്ന്. ഇങ്ങനെ ഇൻട്രസ്റ്റ് റേറ്റ് കൂടാനുള്ള സാധ്യതയുണ്ട്, കുറയാനുള്ള സാധ്യതയുണ്ട്. ഇൻട്രസ്റ്റ് റേറ്റ് ഇങ്ങനെ വേരി ചെയ്തുകൊണ്ടേയിരിക്കും. സോ അതിൻ്റെ റിസ്കിനെയാണ് ഇൻട്രസ്റ്റ് റേറ്റ് റിസ്ക് എന്ന് പറയുക. ഭാവിയിൽ കൂടാനുള്ള സാധ്യതയുണ്ട്, ഭാവിയിൽ കുറയാനുള്ള സാധ്യതയുമുണ്ട്. സോ ആ ഇൻട്രസ്റ്റ് റേറ്റ് റിസ്കിനെ മെഷർ ചെയ്യുന്ന സാധനമാണ് ഈ ഡ്യൂറേഷൻ, ബോണ്ട് ഡ്യൂറേഷൻ എന്നുള്ളത്. എക്സ്പ്രസ്ഡ് ആസ് ടൈം, വെയ്റ്റഡ് ആവറേജ് ആയിക്കി കൊടുക്കുക അണ്ടിൽ റിസീപ്റ്റ് ഓഫ് ദ ക്യാഷ് ഫ്ലോസ്, ഇൻട്രസ്റ്റ് പ്ലസ് പ്രിൻസിപ്പിൾ. ഫുള്ളും നമ്മൾ എടുക്കും. അതായത് ഓരോ വർഷം 10 വർഷത്തേക്കാണെങ്കിൽ ഓരോ വർഷവും ഇൻട്രസ്റ്റ് കിട്ടി ലാസ്റ്റ് ഇയറിലായിരിക്കും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഫുൾ പ്രിൻസിപ്പൽ എമൗണ്ടും നമുക്ക് തിരിച്ച് കിട്ടുന്നത്. സോ ഈ ഫുൾ ടൈമും നമ്മൾ കൺസിഡർ ചെയ്തിട്ട് അതിൻ്റെ വെയ്റ്റഡ് ആവറേജ് ടൈമിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവുക, ഇത് എക്സ്പ്രസ് ചെയ്യുന്നുണ്ടാവുക, നമ്മൾ ഡിനോട്ട് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, മെയിൻലി ഇതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് ആ ലാസ്റ്റ് ലൈനിലാണ് പറയുന്നത്. മെയിൻലി ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്ന കാര്യം എന്താണെന്ന് വായിച്ചു നോക്കിക്കടാ. സെൻസിറ്റിവിറ്റിയാണ് ഇവിടെ മെഷർ ചെയ്യുന്നത്. മെയിൻലി ഷോസ് സെൻസിറ്റിവിറ്റി ഓഫ് ബോണ്ട് പ്രൈസ് ടു ഇൻട്രസ്റ്റ് റേറ്റ് ചേഞ്ചസ്. നമ്മളിത് ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. ഇൻട്രസ്റ്റ് റേറ്റ് ഭയങ്കരമായിട്ട് കൂടുകയാണെങ്കിൽ ബോണ്ടിന് എന്ത് പറ്റും? നമ്മുടെ മാർക്കറ്റ് റേറ്റ് നമ്മൾ നേരത്തെ പഠിച്ചു 10% നമ്മുടെ കൂപ്പൺ റേറ്റ് 5% ആയിരുന്നു. അപ്പോൾ എന്ത് പറ്റും? നമ്മൾ പറയും നമ്മൾ മാർക്കറ്റിലുള്ളതിനേക്കാളും കുറഞ്ഞ ഇൻട്രസ്റ്റ് അല്ലേ നിങ്ങൾക്ക് തരുന്നുള്ളൂ, അതുകൊണ്ട് എന്തിൽ ഇഷ്യൂ ചെയ്യേണ്ടി വരും? ഡിസ്കൗണ്ടിൽ ഇഷ്യൂ ചെയ്യേണ്ടി വരും. ഇങ്ങനെ ബോണ്ട് പ്രൈസ് ഇൻട്രസ്റ്റ് റേറ്റിൽ വരുന്ന മാറ്റവുമായി എന്തോരം സെൻസിറ്റീവാണ്. ഇൻട്രസ്റ്റ് റേറ്റ് 1% കുറയുകയോ 1% കൂടുകയോ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് ബോണ്ട് പ്രൈസിൻ്റെ ഇതിൽ ചേഞ്ച് വരിക? ഇതാണ് ഈ ഡ്യൂറേഷനിൽ മെഷർ ചെയ്യുന്നത്. സെൻസിറ്റിവിറ്റി ഓഫ് ബോണ്ട് പ്രൈസ് ടു ഇൻട്രസ്റ്റ് റേറ്റ് ചേഞ്ചസ്, ഇതാണ് മെഷർ ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, ഇനി കീ പോയിൻറ്റ്സിലേക്ക് നമുക്ക് കിടക്കാം. ഇതാണ് നിങ്ങൾ മെയിനായിട്ട് അറിഞ്ഞിരിക്കേണ്ടത്. ആൻഡ് ഐ റിപ്പീറ്റ്, ഇത് അത്ര ഇമ്പോർട്ടൻസ് ഉള്ള ഏരിയ അല്ല. ഏറ്റവും ഇമ്പോർട്ടൻസ് വരുന്ന ബോണ്ടിൻ്റെ ഫീച്ചേഴ്സും കാര്യങ്ങളും നമ്മൾ പറഞ്ഞു. കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് കാൽക്കുലേഷനാണ് വരുന്നത്. ഇത് ജസ്റ്റ് ഒരു തിയറി പോയിൻ്റ് ഓഫ് വ്യൂവിൽ നിങ്ങൾ അറിഞ്ഞിരുന്നാൽ മാത്രം മതി. എക്സാമിന് അങ്ങനെ ടെസ്റ്റ് ചെയ്യുമോ എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ ചോദിച്ചാലേ ഉള്ളൂ. അത്ര വെയിറ്റേജ് വരുന്ന ഒരു ഏരിയ അല്ല. ബട്ട് കൺസെപ്ച്വലി അറിഞ്ഞിരിക്കുക. ഈ കീ പോയിൻറ്റ്സ് എന്ന് പറഞ്ഞ് ഒരു 3 പോയിൻറ്റ്സ് കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങളൊന്ന് നല്ല രീതിയിൽ മനസ്സിലാക്കി വെക്കുക. അത്രയും മതി. നമുക്ക് നോക്കാം. സോ അതിലായിരിക്കും ഞാൻ പുഷ് ചെയ്ത് പറയുന്നതും. ആദ്യം തന്നെ ഇൻട്രസ്റ്റ് റേറ്റ് റിസ്ക്.
ഇൻട്രസ്റ്റ് റേറ്റ് റിസ്ക്. അതായത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ പറഞ്ഞില്ലേ, ഇൻട്രസ്റ്റ് കൂടിക്കൂടി പോയാൽ ബോണ്ടിൻ്റെ വാല്യൂ കുറഞ്ഞു വരും. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡിസ്കൗണ്ടിൽ നമ്മൾ ഇഷ്യൂ ചെയ്യേണ്ടി വരും. ആൻഡ് ഇൻട്രസ്റ്റ് കുറയുകയാണെങ്കിൽ അപ്പോൾ എന്തായിരിക്കും, നമ്മൾ പ്രീമിയത്തിലായിരിക്കും ഇഷ്യൂ ചെയ്യുന്നത്, എന്താവും, കൂടുകയും ചെയ്യും, ബോണ്ടിൻ്റെ വാല്യൂ കൂടുകയും ചെയ്യും. അതാണ് ആദ്യം പറഞ്ഞിരിക്കുന്നത്, ഓൾറെഡി നമുക്ക് അറിയുന്ന കാര്യമാണ്. ഇനി ലോങ്ങർ മെച്യൂരിറ്റി ആണെങ്കിൽ ഹയർ സെൻസിറ്റിവിറ്റി ടു ഇൻട്രസ്റ്റ് റേറ്റ് ചേഞ്ചസ് ആണ്. അത് സത്യമല്ലേ? ഒന്ന് ആലോചിച്ച് നോക്ക്. ഒരു 5 വർഷത്തേക്കുള്ള ബോണ്ടാണ് നിങ്ങൾ എടുത്തേക്കുന്നത്, 5 വർഷത്തേക്കുള്ളത്. സോ 5 വർഷം വരാവുന്ന എന്തോരം ചേഞ്ചസ് ഉണ്ടോ അതിനെപ്പറ്റി മാത്രം നിങ്ങൾ ടെൻഷൻ അടിച്ചാൽ മതി. 5 വർഷത്തേക്കുള്ള ചേഞ്ചസ് മാത്രം. ഒരു 20 ഇയേഴ്സിൻ്റെ ബോണ്ടാണെങ്കിലോ നെക്സ്റ്റ് 20 വർഷവും ഇൻട്രസ്റ്റ് റേറ്റിന് എന്തോരം ചേഞ്ച് വരും എന്ന് ഓർത്ത് നമ്മൾ ടെൻഷൻ അടിക്കണം. കൂടുതൽ റിസ്ക് എടുക്കുന്നത്, കൂടുതൽ അൺസർട്ടനിറ്റി ആണ് എടുക്കുന്നത്. സോ ഇങ്ങനെ തന്നെ അറിഞ്ഞിരിക്കുക, ലോങ്ങർ മെച്യൂരിറ്റി ആണെങ്കിൽ ഹയർ സെൻസിറ്റിവിറ്റി ആയിരിക്കും. കാരണം എന്താ, ഇൻട്രസ്റ്റ് റേറ്റിന് കൂടുതൽ മാറ്റം വരാൻ സാധ്യതയുണ്ട്. 5 വർഷത്തിൽ വരുന്ന മാറ്റവും 20 വർഷത്തിൽ വരുന്ന മാറ്റവും തമ്മിൽ ഒരുപാട് ചേഞ്ച് ഇല്ലേ? സോ അതുകൊണ്ട് തന്നെ ഹയർ മെച്യൂരിറ്റി എന്ന് പറയുകയാണെങ്കിൽ ഹയർ സെൻസിറ്റിവിറ്റി ആയിരിക്കും. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് നോക്കാം. ഈ ഡ്യൂറേഷന് അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് റേറ്റ് റിസ്കിന് കാരണമാവുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ് നോക്കിക്കടാ. ഒന്നാമത്തത് മെച്യൂരിറ്റി. നമ്മൾ മുകളിൽ പറഞ്ഞ കാര്യം തന്നെ, ലോങ്ങർ മെച്യൂരിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹയർ ഡ്യൂറേഷനാണ്. ലോങ്ങർ മെച്യൂരിറ്റി എന്ന് പറഞ്ഞാൽ ഹയർ ഡ്യൂറേഷനാണ്. അതുകൊണ്ട് തന്നെ എന്ത് വരും, ഹയർ ഇൻട്രസ്റ്റ് റേറ്റ് റിസ്ക് വരും. ഇനി കൂപ്പൺ ഓർ ഇൻട്രസ്റ്റ് റേറ്റ്, അതോ ഹയർ കൂപ്പൺ റേറ്റ് ആണെങ്കിൽ എന്തായിരിക്കും, ലോവർ ഡ്യൂറേഷനാണ്. കാരണം മോർ ക്യാഷ് റിസീവ്ഡ് എർലിയർ, നമുക്ക് കൂടുതൽ ക്യാഷ് ആദ്യം കിട്ടിപ്പോകുന്നുണ്ട്. നല്ല അത്യാവശ്യം ഒരു 10% അല്ലെങ്കിൽ ഒരു 15% ഒക്കെ നമുക്ക് കൂപ്പൺ ഇൻട്രസ്റ്റ് കിട്ടുന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ അത്യാവശ്യം നല്ല റിട്ടേൺ കിട്ടുന്നുണ്ട്. ഇനിയിപ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ് കുറഞ്ഞാലും നമ്മൾ പേടിക്കേണ്ട, നമുക്ക് അത്യാവശ്യം നല്ല ഇൻട്രസ്റ്റ് റേറ്റ് ആണല്ലോ കിട്ടുന്നത്. സോ കൂപ്പൺ ഇൻട്രസ്റ്റ് ഒക്കെ ഭയങ്കര കൂടുതലാണെങ്കിൽ ഡ്യൂറേഷൻ, അതായത് റിസ്ക് കുറവാണ്. ഓക്കെ അല്ലേ? ലാസ്റ്റ് പറയുന്നത് ടൈം ടു മെച്യൂരിറ്റി. അതായത് ഒരു 20 വർഷത്തെ ബോണ്ടാ ഓൾറെഡി ഒരു 18 ഇയേഴ്സ് കഴിഞ്ഞു. ഇനി 2 ഇയേഴ്സും കൂടെ അല്ലേ പെൻഡിങ് ഉള്ളൂ. സോ നമ്മുടെ എന്തായി, ബോണ്ട് നിയർ ടു മെച്യൂരിറ്റിയാണ്, വേഗം തന്നെ മെച്യൂരിറ്റിയിലാവാറായി. അപ്പോൾ എന്തായിരിക്കും, ഡ്യൂറേഷൻ പയ്യെ കുറയും, ലെസ് സെൻസിറ്റിവിറ്റി ആവും. മെച്യൂരിറ്റിയോട് അടുത്ത് വരും തോറും, അതിപ്പോൾ ചെറുതായിക്കോട്ടെ, ഒരു 10 വർഷത്തെ ബോണ്ടാണെങ്കിലും ആദ്യത്തെ വർഷത്തെ ഡ്യൂറേഷൻ, അതായത് ആദ്യത്തെ വർഷത്തെ റിസ്ക് ഇല്ലല്ലോ 9ാമത്തെ വർഷത്തെ റിസ്കിൽ. കാര്യം എന്താ, ആദ്യത്തെ വർഷം നോക്കുമ്പോൾ ഇനിയും 9 ഇയേഴ്സ് പെൻഡിങ്ങാണ്. എന്തൊക്കെ ചേഞ്ച് വരും എന്ന് നമുക്കറിയില്ല. ബട്ട് 9th ഇയർ എത്തിക്കഴിഞ്ഞാൽ ഇനി ജസ്റ്റ് 1 ഇയറും കൂടെ അല്ലേ ഉള്ളൂ, കാര്യമായ ചേഞ്ച് ഒന്നും വരില്ലായിരിക്കും എന്ന് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. സോ അതുകൊണ്ട് തന്നെ ബോണ്ട് നിയർ ടു മെച്യൂരിറ്റി ആകുമ്പോൾ, ടൈം ടു മെച്യൂരിറ്റി ആകുമ്പോൾ ഡ്യൂറേഷൻ റിസ്ക് കുറയും. അതുകൊണ്ട് തന്നെ ലെസ് സെൻസിറ്റീവ് ആയിരിക്കും. ഇനി ലാസ്റ്റ് 3ാമത്തെ അഡ്ജസ്റ്റ്മെൻ്റ് ആയിട്ട് നമ്മൾ പഠിക്കുന്നത്, 3ാമത്തെ ഫാക്ടറായിട്ട് പറയാനുള്ളത്, ഒന്ന് പറഞ്ഞു ഇൻട്രസ്റ്റ് റേറ്റ് റിസ്ക്, 2 പറഞ്ഞു ഫാക്ടേഴ്സ് അഫക്റ്റിങ്, 3 പറഞ്ഞു. ഇനി 3ാമത്തെ കീ പോയിൻറ്റ് ഷോർട്ട് ടേം വിസസ് ലോങ് ടേം സെക്യൂരിറ്റീസ്. ഷോർട്ട് ടേം സെക്യൂരിറ്റി ആണെങ്കിൽ നോ ഇമ്പാക്റ്റ് ഫ്രം ഇൻട്രസ്റ്റ് റേറ്റ് ചേഞ്ചസ്. അതായത് ഷോർട്ട് ടേം ഒരു 1 ഇയറിൻ്റെയാണ് അല്ലെങ്കിൽ ഒരു 6 മന്ത്സിൻ്റെയാണ്, ഇങ്ങനെയൊക്കെ ആണെങ്കിൽ വലിയ രീതിയിൽ ബാധിക്കുമോടാ? ഇല്ല, ഒരു രീതിയിലും ബാധിക്കില്ല. കാര്യം ഒരു വർഷത്തിനിടയ്ക്കൊക്കെ ഇൻട്രസ്റ്റ് റേറ്റിന് ഭയങ്കര ഹ്യൂജ് ആയിട്ടുള്ള ചേഞ്ച് ഒന്നും വരാൻ സാധ്യതയില്ല. അതുകൊണ്ട് തന്നെ വലിയ രീതിയിൽ ബാധിക്കുകയില്ല. ബട്ട് ലോങ്ങർ ടേം ആണെങ്കിൽ നോക്കിക്കേ, ലോങ് ടേം ബോൺസ് ആണെങ്കിൽ ഹൈലി അഫക്റ്റഡ് ബൈ റേറ്റ് ചേഞ്ചസ്. ഒരു 20 വർഷമൊക്കെ ഉള്ളതാണെങ്കിൽ എത്ര തവണ റേറ്റിന് ചേഞ്ച് വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ അത്ര അഫക്റ്റ് ആവുകയും ചെയ്യും. ഷോർട്ട് ടേം ആണെങ്കിൽ ഡ്യൂറേഷൻ കുറവായിരിക്കും, റിസ്ക് കുറവായിരിക്കും. ലോങ് ടേം ആണെങ്കിൽ ഡ്യൂറേഷൻ കൂടുതലാണ്, റിസ്ക്കും കൂടുതലാണ്, സെൻസിറ്റിവിറ്റി കൂടും. ഓക്കെ അല്ലേ? ഇനി ലാസ്റ്റ് ഈ ഡ്യൂറേഷൻ എന്താണെന്നും കൂടെ, യൂസിങ് ഡ്യൂറേഷൻ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്നുള്ള കാര്യം. പോർട്ട്ഫോളിയോ ഡൈവേഴ്സിഫിക്കേഷൻ. പോർട്ട്ഫോളിയോ നമ്മൾ നേരത്തെയും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഹൈ റിസ്ക് ഉള്ള കുറച്ചും എടുത്ത് വെക്കുക, ലോ റിസ്ക് ഉള്ളതും കുറച്ച് എടുത്ത് വെക്കുക, മീഡിയം ഉള്ളത് എടുക്കുക, എല്ലായിടത്തും ഇൻവെസ്റ്റ് ചെയ്യാമെന്ന്. സെയിം കാര്യം തന്നെയാണ് ഇവിടെ. നോക്കിക്കേ, മിക്സ് ഓഫ് ഷോർട്ട് ടേം വേണം, ഇൻ്റർമീഡിയറ്റ് വേണം, ലോങ് ടേം വേണം. ഇതിനെയാണ് ഡ്യൂറേഷൻ ഹെഡ്ജിങ് എന്ന് പറയുക. അതായത് ഞാൻ ഒരു ബോണ്ട് മേടിക്കാൻ പോവുകയാണെങ്കിൽ ഈ ടോട്ടലിനെയാണ് എൻ്റെ പോർട്ട്ഫോളിയോ എന്ന് പറയുന്നത്. ഇതിൽ എ എന്ന് പറയുന്നൊരു ബോണ്ട് ഉണ്ടാവും, ബി എന്ന് പറയുന്നൊരു ബോണ്ട് ഉണ്ടാവും, സി എന്ന് പറയുന്നൊരു ബോണ്ട് ഉണ്ടാവും. എ ഒരു ഷോർട്ട് ടേം ആയിക്കോട്ടെ, ബി ഒരു ലോങ് ടേം ആയിക്കോട്ടെ, സി
ഒരു മീഡിയം ലെവൽ ആയിക്കോട്ടെ. സോ എല്ലാ രീതിയിലുള്ള ബോണ്ടും നമ്മുടെ കയ്യിലുണ്ട്. അതിൻ്റെ ഒരു മിക്സ് നോക്കി ഒപ്റ്റിമലായിട്ട് ചെയ്യുന്നതിനെയാണ് ഡ്യൂറേഷൻ ഹെഡ്ജിങ് എന്ന് പറയുക. ഡ്യൂറേഷൻ ഹെഡ്ജിങ് എന്ന് പറയുക മിക്സ് ഓഫ് ഷോർട്ട് ടേമും ഇൻ്റർമീഡിയറ്റും ലോങ് ടേം ബോൺസും. അതിനെയാണ് ഡ്യൂറേഷൻ. ഹെഡ്ജ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താടാ? റിസ്കിനെ ഒഴിവാക്കുക. ഹെഡ്ജിങ് എന്ന് പറഞ്ഞാൽ റിസ്കിനെ ഒഴിവാക്കുക, അല്ലെങ്കിൽ റിസ്കിനെ റിഡ്യൂസ് ചെയ്യുക. അതിനെയാണ് ഹെഡ്ജിങ് എന്ന് പറയുന്നത്. സോ ഇങ്ങനൊരു മിക്സ്, നല്ലൊരു പോർട്ട്ഫോളിയോ മെയിൻറ്റെയിൻ ചെയ്യുന്നത് വഴി നമുക്ക് ഹെഡ്ജ് ചെയ്യാൻ പറ്റും ഡ്യൂറേഷനെ, അതായത് ആ റിസ്കിനെ. ഓക്കെ, രണ്ടാമത് പറയുന്നു കണ്ടോ, റെഡ്യൂസസ് പോർട്ട്ഫോളിയോ സെൻസിറ്റിവിറ്റി ടു ഇൻട്രസ്റ്റ് റേറ്റ് ചേഞ്ചസ്. അതായത് പോർട്ട്ഫോളിയോയുടെ സെൻസിറ്റിവിറ്റി, അതായത് ഒരു ഇൻട്രസ്റ്റ് റേറ്റിൽ എന്തെങ്കിലും മാറ്റം വന്നാൽ നമ്മൾ എന്തോരം ബാധിക്കുമെന്ന്. ഇൻട്രസ്റ്റ് റേറ്റ് ജസ്റ്റ് 1% കൂടിയാൽ എത്രമാത്രം എൻ്റെ ബോണ്ട് പ്രൈസ് താഴത്തേക്ക് പോകും, അതിനെയൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഇങ്ങനെ പോർട്ട്ഫോളിയോ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. ഞാൻ അത് കഴിഞ്ഞ് പറയുന്നത് പോർട്ട്ഫോളിയോ ഡ്യൂറേഷൻ. പോർട്ട്ഫോളിയോയുടെ ഡ്യൂറേഷൻ എങ്ങനെ മെഷർ ചെയ്യും? ഡ്യൂറേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? റിസ്ക്, ഇൻട്രസ്റ്റ് റേറ്റ് റിസ്ക്, അതിനെയാണ് ഡ്യൂറേഷൻ എന്ന് പറയുക. പോർട്ട്ഫോളിയോയുടെ ഈ ഫുള്ള് A + B + C, ഈ ഒരു പോർട്ട്ഫോളിയോയുടെ ഡ്യൂറേഷൻ എങ്ങനെ നമ്മൾ മെഷർ ചെയ്യും? ഡ്യൂറേഷൻ നമ്മൾ എങ്ങനെ മെഷർ ചെയ്യും? നോക്കിക്കേ, മാർക്കറ്റ് വാല്യൂ എടുക്കുക, എയുടെ റിസ്ക്, ബിയുടെ റിസ്ക്, സിയുടെ റിസ്ക്, ഇതിനെ മാർക്കറ്റ് വാല്യൂ എടുക്കുക, എന്നിട്ട് വെയ്റ്റഡ് ആവറേജ് കണ്ടുപിടിക്കുക. ഇൻഡിവിജ്വൽ ബോണ്ടിൻ്റെ കണ്ടോ, ഒരു എയുടെ ഡ്യൂറേഷൻ എടുത്തു, എയുടെ റിസ്ക് എടുത്തു, ബിയുടെ ഡ്യൂറേഷൻ എടുത്തു, ബിയുടെ റിസ്ക്, സിയുടെ ഡ്യൂറേഷൻ എടുത്തു, സിയുടെ റിസ്ക്. ഇനി ഇത് മൂന്നും കൂടെ ആഡ് ചെയ്തിട്ട് വെയ്റ്റഡ് ആവറേജ് കണ്ടുപിടിക്കുക. അതായിരിക്കും പോർട്ട്ഫോളിയോ ഡ്യൂറേഷൻ. ആ പോർട്ട്ഫോളിയോയുടെ മൊത്തത്തിലുള്ള റിസ്ക് എന്ന് പറയുന്നത്. ലോവർ പോർട്ട്ഫോളിയോ ഡ്യൂറേഷൻ എന്ന് പറഞ്ഞാൽ ലോവർ ഇൻട്രസ്റ്റ് റേറ്റ് റിസ്ക് ആണ്. നമുക്കറിയാലോ, പോർട്ട്ഫോളിയോയുടെ ടോട്ടൽ ഡ്യൂറേഷൻ, അതായത് പോർട്ട്ഫോളിയോയുടെ ടോട്ടൽ റിസ്ക് കുറവാണെങ്കിൽ അവരുടെ ഇൻട്രസ്റ്റ് റേറ്റ് റിസ്ക്കും കുറവായിരിക്കും. ഓക്കെ, മനസ്സിലായില്ലേ? വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ്, വളരെ സിമ്പിളായിട്ടുള്ളൊരു വീഡിയോ ആണ്. പോർട്ട്ഫോളിയോ ഡൈവേഴ്സിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ പല മെച്യൂരിറ്റി ഉള്ളത്, ഒരു ഷോർട്ട് ടേം, ഒരു ലോങ് ടേം, ഒരു മിഡ് ടേം, അതുപോലെ പല മെച്യൂരിറ്റി വരുന്ന ബോൺസിനെ എല്ലാം ഒരുമിച്ച് ഒരു കമ്പനി മേടിക്കുന്നു. എന്നിട്ട് ഒരു മിക്സ് ഓഫ് പോർട്ട്ഫോളിയോ, ഒരു മിക്സ് ഓഫ് ബോൺസ് വെച്ച് നല്ലൊരു പോർട്ട്ഫോളിയോ ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ അവിടുത്തെ ഡ്യൂറേഷൻ, അവിടുത്തെ റിസ്ക് നമുക്ക് ഹെഡ്ജ് ചെയ്യാൻ പറ്റും. ഓക്കെ, പോർട്ട്ഫോളിയോയുടെ ഡ്യൂറേഷൻ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ അതിനകത്തുള്ള ഇൻഡിവിജ്വൽ ബോൺസിനെ എടുക്കുക, A, B, C, ഈ മൂന്നിൻ്റെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള റിസ്ക്, ഇൻഡിവിജ്വൽ ഡ്യൂറേഷൻ എടുക്കുക, അതിൻ്റെ ആവറേജ്, വെയ്റ്റഡ് ആവറേജ് കണ്ടുപിടിക്കുന്നതാണ് ആ പോർട്ട്ഫോളിയോയുടെ ഡ്യൂറേഷൻ എന്ന് പറയുക. സോ ഇത്രേ ഈ വീഡിയോയിൽ പഠിക്കാനുള്ളൂ. ഇതിൽ നിന്ന് എടുക്കേണ്ട ഇൻ ഷോർട്ടാക്കി ഒരു ടേക്ക് അവേ പോലെ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് 3 പോയിൻറ്റ്സ് മാത്രം, ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിക്കടാ. ഡ്യൂറേഷൻ എന്ന് പറഞ്ഞാൽ സെൻസിറ്റിവിറ്റി ഓഫ് ബോണ്ട് പ്രൈസ് ടു ഇൻട്രസ്റ്റ് റേറ്റ് ചേഞ്ചസ്. ഇൻട്രസ്റ്റ് റേറ്റിനോട് എന്തോരം സെൻസിറ്റീവ് ആണെന്ന്. ലോങ്ങർ മെച്യൂരിറ്റി, അതായത് ഒരു 20 വർഷത്തെ ബോണ്ടാണ്, ലോ കൂപ്പൺ റേറ്റും, ആകെ 4% റിട്ടേണും ഉള്ളൂവെങ്കിൽ ഭയങ്കര റിസ്ക്കാണ്, ഹൈ ഡ്യൂറേഷനാണ്. മെച്യൂരിറ്റിയും ഭയങ്കര കൂടുതലാണ്, റിട്ടേൺ ആയ കൂപ്പൺ ഭയങ്കര കുറവാണ്. സോ ഹൈ റിസ്ക് ആയിരിക്കും വരുന്നുണ്ടാവുക, ഹയർ ഡ്യൂറേഷൻ ആയിരിക്കും. ഇനി ഹെഡ്ജിങ്ങിൻ്റെ കാര്യം, ഡ്യൂറേഷൻ ഹെഡ്ജിങ് എന്ന് പറഞ്ഞാൽ എന്താ? കീ ടു മാനേജിങ് ഫിക്സ്ഡ് ഇൻകം പോർട്ട്ഫോളിയോസ്. ഇത് വളരെ കീയാണ്. ഡ്യൂറേഷൻ ഹെഡ്ജ് ചെയ്യുന്നത് വഴി, അതായത് ഡ്യൂറേഷൻ എന്ന് പറഞ്ഞാൽ റിസ്ക്, ആ റിസ്ക് ഹെഡ്ജ് ചെയ്യുക എന്നുള്ളത് നല്ലൊരു പോർട്ട്ഫോളിയോ യൂസ് ചെയ്യുന്നതിലൂടെ നമുക്ക് നേടിയെടുക്കാൻ പറ്റും. നല്ലൊരു പോർട്ട്ഫോളിയോ യൂസ് ചെയ്യുന്നതിലൂടെ ഡ്യൂറേഷനെ നമുക്ക് ഹെഡ്ജ് ചെയ്യാൻ പറ്റും. സോ ഇത്രയും കാര്യങ്ങളെ ഈ ഒരു ഫുൾ യൂണിറ്റിൽ വരുന്നുള്ളൂ. ഡെപ്റ്റ് ഫിനാൻസ് എന്നുള്ള മൊത്തം മൊഡ്യൂളും നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഡെപ്റ്റിൻ്റെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കണ്ടുപിടിക്കാൻ പഠിച്ചു. ഡെപ്റ്റ് ഇൻസ്ട്രുമെൻ്റ് ആയിട്ടുള്ള ബോണ്ടിൻ്റെ എല്ലാ കാര്യങ്ങളും നമ്മൾ പഠിച്ചു. കഥം. ഇനി നമ്മൾ പോവുക ഇക്വിറ്റി ഫിനാൻസിലേക്കായിരിക്കും. ഇക്വിറ്റി ഫിനാൻസ്. സോ നെക്സ്റ്റ് വീഡിയോ തൊട്ട് നിങ്ങൾ പഠിക്കേണ്ടത് ഇക്വിറ്റി ഫിനാൻസിങ്ങിനെ പറ്റി ആയിരിക്കും. എല്ലാവരും നല്ല ഫ്രഷായിട്ട്, നല്ലൊരു പുത്തൻ സ്റ്റാർട്ടിന് വേണ്ടി റെഡി ആയിട്ട് വന്നോളുക. ഡെപ്റ്റ് ഫിനാൻസ് ഫുൾ ഒന്നോടെ ഒന്ന് റിവൈസ് ചെയ്യാം. ഓക്കെ, സോ നെക്സ്റ്റ് വീഡിയോ തൊട്ട് നമുക്ക് എന്ത് പഠിക്കാം? ഇക്വിറ്റി ഫിനാൻസിങ് പഠിക്കാം. ഓക്കെ, ഗുഡ് ലക്ക് ഓൾ.